ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ശ്രുതിനെ ഒരുപാട് തല്ലുന്നുണ്ടല്ലേ. ആ ഒരു സമയത്ത് ചന്ദ്രയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എന്ത് ചെയ്തു അമ്മ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആൻറ്റിയുടെ കയ്യിൽ പണം കിട്ടിയപ്പോൾ എപ്പോഴെങ്കിലും ആൻറ്റി ശ്രുതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, 7 ഡിഗ്രി എന്ന് മാത്രം മേടിച്ചു കൊടുത്തു, അതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ഇതൊന്നും തന്നെ കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം തൻ്റെ മകനെ ഒരു പടി മുകളിലായിട്ട് അവൻ്റെ ഭാര്യ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകും. അതൊരിക്കലും ചന്ദ്രയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തിനേ പറഞ്ഞ് എനിക്ക് എൻ്റെ മകനോട് സ്നേഹമില്ല എന്നാണ് നീ പറയുന്നത്, അവനെ ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്ന് നീ പറയാതെ പറയുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിനെ വീണ്ടും തല്ലുകയാണ് കേട്ടോ. അവസാനം രവി ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, ശ്രുതി നീ അകത്ത് കയറിപ്പോയി എന്ന് പറയുന്ന സമയത്ത് എങ്ങോട്ടും കയറിപ്പോണ്ടായി, ഇവിടെ ഞാൻ വീടിനകത്ത് കയറ്റണോ വേണ്ടി ഒന്ന് ചിന്തിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ മിണ്ടാതിരിക്കുക ചന്ദ്ര, മോളെ നീ അകത്ത് കയറിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനോട് അകത്തേക്ക് കയറി പോകാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷവും ചന്ദ്രയ്ക്ക് ദേഷ്യം അടങ്ങുന്നില്ല. ചന്ദ്ര പറയണം, അവൾ പറഞ്ഞത് കേട്ടില്ലേ, എന്നെ ഒന്നിനും കൊള്ളില്ലാത്തവൾ, എൻ്റെ മകനെയും താഴ്ത്ത് കെട്ടുന്ന രീതിക്കാണ് അവളിവിടെ സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛനൊന്നും മനസ്സിലായില്ലല്ലേ, അമ്മയുടെ പുന്നാര മകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ പുന്നാര മരുമകളെ തള്ളിക്കളഞ്ഞതാണ് അമ്മ എന്നൊക്കെ സച്ചി പറയുന്ന കൂടുതൽ തന്നെ നേരെ രേവതിയുടെ അടുത്ത് എന്നിട്ട് രേവതിനെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ച മരുമകളാണ് രേവതി, അവൾ ഇതുപോലെ ഒന്നും തന്നെ ചെയ്യുകയില്ല, അവൾക്ക് കള്ളത്തരം ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ അമ്മ കണ്ടുപിടിച്ച മരുമകൾക്ക് അത് മാത്രമേ അറിയുകയുള്ളൂ എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം ഇറക്കാൻ അവരെ നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ അകത്തേക്ക് കയറി ചെല്ലട്ടെ, ശ്രുതി ആകെ സങ്കടത്തിലാണ് കയറിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്ര തടയുന്നുണ്ട് കേട്ടോ. നീ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, അവൾ ചെയ്ത തെറ്റിനുള്ളതാണ് അവൾ അനുഭവിക്കുന്നത്, അവൾ കുറച്ചു നേരം കടന്ന് കരയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ചന്ദ്ര തടഞ്ഞു നിർത്തുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, മോനെ ശ്രുതി നീ അകത്തേക്ക് കയറി ചെല്ല്, അവിടെ ചെന്ന് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയും സച്ചിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേര് തന്നെയായിട്ട് എന്താ നീലിമ പണം തന്നത് വീട്ടിൽ പറഞ്ഞതുമില്ല, എന്നിട്ട് ഷോറൂം തുടങ്ങിയത് സുധിയുടെ അച്ഛൻ്റെ പണമാണ് എന്ന് പറഞ്ഞ് കള്ളവും പറഞ്ഞു എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ശ്രീകാന്തും വർഷമുണ്ട് കേട്ടോ. അവരും ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ശ്രുതി ചേച്ചിനെ വഴക്ക് പറഞ്ഞു നോക്കുക, പക്ഷേ തല്ലിയതിനോട് ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന് വർഷ പറയുമ്പോഴത്തേക്ക് അവൾക്ക് അവർ തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു, അവളത് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ കിട്ടിയ കൂട്ടത്തിൽ തന്നെ ശ്രുതിക്കും കൂടെ കൊടുക്കേണ്ടതായിരുന്നു മര്യാദ എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചി പറഞ്ഞത് ശരിയാണെന്ന് നമ്മുടെ രേവതിയും ശ്രീകാന്തും വർഷയും അംഗീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ശ്രുതി വരുന്നത് ഇവരോട്ട് കാണുന്നില്ല കേട്ടോ. ഇവർ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിക്ക് എന്തായാലും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്, അവൻ്റെ മുൻഗാമിക്ക് നീലിമ പറഞ്ഞു അവൻ ഒന്നിനും കൊള്ളില്ല എന്ന്. ഇപ്പോൾ അവൻ്റെ ഭാര്യയും പറഞ്ഞിരിക്കുകയാണ്, അവൻ വെറുതെയാണ് 6-7 ഡിഗ്രി മേടിച്ച് വെച്ചിരിക്കുന്നത്, അവന് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും കൂടെ സംസാരിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് അത് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. ശ്രുതി നേരെ അവിടെ നിന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. ശ്രുതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതിനെ കാണുമ്പോൾ തന്നെ, ശ്രുതി നിങ്ങൾ മാറി നിൽക്ക്, എന്നെ തൊടാൻ നിൽക്കരുത്, നിങ്ങളുടെ അമ്മേനെ തല്ലിയ സമയത്ത് നിങ്ങളൊന്നും മിണ്ടാതെ കേട്ടിരിക്കുകയല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അല്ല ശ്രുതി, അമ്മ തല്ലിയ സമയത്ത് നിനക്ക് മിണ്ടാതിരുന്ന പോരാ, നീ കൂടുതൽ എന്നെപ്പറ്റി കുറ്റം പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് അമ്മയ്ക്ക് ദേഷ്യം വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഓ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലല്ല നിങ്ങൾക്ക് പ്രശ്നം, ഞാൻ എപ്പോഴാണ് നിങ്ങളെ കുറ്റപ്പെടുത്തിയത്, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, എന്നെ കല്യാണം കഴിച്ചവിടെ വന്നേക്കാലം മുന്നേ നിങ്ങൾ പണിക്കൊന്നും പോകില്ലായിരുന്നു, കല്യാണം കഴിച്ച് വന്നപ്പോഴോ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് പാർക്കിൽ പോയി കിടന്നുറങ്ങിയല്ലായിരുന്നു, ശ്രുതിയുടെ അമ്മയ്ക്ക് അതൊന്നും തെറ്റല്ല, ഞാൻ ചെയ്താണ് തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി തൻ്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. തന്നെ പറ്റി മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് താഴ്ചക്കെട്ട് സംസാരിച്ച് ഒട്ടും ശരിയായില്ല എന്ന നിലപാടോട് കൂടി തന്നെ നിൽക്കാണ്ട ശ്രുതി. അവസാനം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നല്ലവനാണ്, ശ്രുതി നല്ല ബുദ്ധിമാനാണ്, ശ്രുതിക്ക് 7 ഡിഗ്രി ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, ഗേറ്റിൻ്റെ മുന്നിൽ വലിയൊരു ബോർഡ് കെട്ടിയിട്ട് ഒരു ഡിഗ്രിയും കൂടെ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് പോകും, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പിണങ്ങി അവിടെ നിന്ന് പോകണ്ട. ശ്രുതി പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ആകെ തകർന്ന് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.